അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന ആ നാളെത്തി. ദുആ നേരെ സ്കൂളിലേക്ക്. വിവേകാനന്ദ സെൻട്രൽ സ്കൂളിലാണ് നമ്മൾ ദുആ ചേർത്തിരിക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ പേരൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ നേരെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോയി. LKG-A. അങ്ങനെ ടീച്ചർ ദുആ കൊണ്ടിരുത്തി വെള്ളം കുടിക്കുന്ന സെറ്റപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ചെറിയ പിള്ളേരുടെ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. കണ്ണാടിയൊക്കെ തിരിച്ചിട്ടിരിക്കുന്നുണ്ടോ? പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 2 മാസം നമുക്ക് പറയാൻ പറ്റും ഇത് ഉറങ്ങിക്കിടന്നൊരു വീടായിരുന്നു. നമ്മൾ കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ്. എന്തായാലും വലിയ ലാഗ് അടിപ്പിക്കാതെ തന്നെ അവരെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പേരൻസിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. പിന്നീട് ദീപം തെളിയിക്കുന്ന ചടങ്ങായിരുന്നു. ദീപം തെളിയിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പൽ മാം നമ്മളെ കുറച്ച് പേരൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ചെന്നവരൊക്കെ ദീപം തെളിയിച്ചിട്ടുണ്ട്. കുട്ടികളും പ്രിൻസിപ്പൽ മാമും ഒരുമിച്ച് തന്നെ ദീപം തെളിയിച്ചു. കുട്ടികളെ പിന്നീട് ക്ലാസ്സുകളിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങായിരുന്നു. അതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബലൂൺസും സ്വീറ്റ്സും പ്ലക്കാർഡ്സും ഒക്കെ അവർ തയ്യാറാക്കി വെച്ചിരുന്നു. സോ സീനിയേഴ്സ് കുട്ടികളും അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചറെയും കുട്ടികളെയൊക്കെ പതുക്കെ നമ്മുടെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറക്കി ടീച്ചേഴ്സിന്റെ കയ്യിൽ ഓരോ ദീപം കൊടുത്തു. അവരെ ക്ലാസ്സിലേക്ക് കയറ്റി. കുട്ടികൾക്കെല്ലാം ഓരോ ബലൂൺസും പ്ലക്കാർഡ്സും സ്വീറ്റ്സും എല്ലാം കൊടുത്തു. പ്രിൻസിപ്പൽ മാം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു. എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം, നല്ല മിടുക്കരാവണം എന്നൊക്കെ. സോ അങ്ങനെ കുട്ടികൾക്കൊക്കെ അവരെയൊക്കെ ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നിൽക്കുന്ന രീതികൾ ഇഷ്ടപ്പെട്ടു. അവർ കൊടുത്ത ഗിഫ്റ്റുകൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ദുആമോക്കും ആ ബലൂൺ ഇഷ്ടപ്പെട്ടു. നന്നായി പഠിക്കാൻ മിടുക്കാവാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെയും ക്ലാസ്സിലേക്ക് ചെന്ന് കുറച്ചു നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പേരൻസ് എല്ലാം പുറത്തിരുന്നു. അങ്ങനെ ദുആമോളെ നമ്മളെ ക്ലാസ്സിലേക്ക് ഇരുത്തി, ടീച്ചേഴ്സും കൊണ്ടിരുത്തി. സോ പിന്നീട് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലേക്ക് കുട്ടികളെല്ലാം ഇറങ്ങി. അവിടുന്ന് പിന്നെ ആർക്കും പോകണ്ട. ക്ലാസ്സുകളിൽ നിന്നും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞൊരു മിടുക്ക് പ്ലേ ഗ്രൗണ്ടിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ദുആമോള് മാറിക്കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് വേണ്ടി. സോ അങ്ങനെ അവിടെ എത്തിയ പിള്ളേരെല്ലാം പേരൻസ് പിന്നെ വലിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും ദുആമോക്കും അവിടെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദുആമോടെ ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നാളെയും നമ്മൾ ഇതേ ടൈമിൽ കൊണ്ടുവിടും. അങ്ങനെ നാളെ തൊട്ട് എന്തായാലും 3:30 വരെ ടൈമുണ്ട്. സോ അങ്ങനെ ഹാപ്പി എൻഡിങ് ആയിരുന്നു.